8ാം ക്ലാസ്സിലെ CBSE ആദ്യത്തെ പാഠമായ ആദ്യത്തെ പാഠമായ സംഗച്ഛത്വം സംവദത്വം ഏതാ സംഗച്ഛത്വം സംവദത്വം എന്ന പാഠമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സംഗച്ഛത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മിലിത്വ ഗച്ഛത, ദാറ്റ് മീൻസ് മേ യു വർക്ക് ടുഗെദർ, നമുക്ക് ഒന്ന് ചേർന്ന് നടക്കാം. സംവദത്വം ഏകസ്വരേണ വദത, സംവദത്വം എന്ന് പറഞ്ഞാൽ ഏകസ്വരേണ ഒറ്റ സ്വരത്തിൽ പറയാം. മേ യു സ്പീക്ക് ഇൻ വൺ വോയിസ്. ഇത് ഒരു അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? അതിലാദ്യത്തെ വിദ്യാർത്ഥി പറയാണ്, നമസ്തേ ആചാര്യ. അധ്യാപക നമസ്തേ എന്ന് പറഞ്ഞാൽ നമസ്കാരം സർ. അസ്മാകം വിദ്യാലയസ്യ, നമ്മളുടെ വിദ്യാലയത്തിൻ്റെ ക്രീഡോത്സവേ, കായികോത്സവത്തിൽ പാദകന്തുക ക്രീഡായ. എന്താ പാദകന്തുക ക്രീഡായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ കളിയിലെ വയം വിജയം പ്രാപ്തവന്തഃ, ഞങ്ങൾ വിജയം നേടിയിരിക്കുന്നു. വിജയം പ്രാപ്തവന്തഃ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം നേടിയിരിക്കുന്നു. അതായത് ഞങ്ങളുടെ സ്കൂളിലെ കായികോത്സവത്തിലെ ഫുട്ബോൾ കളിയിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് അധ്യാപകനോട് കുട്ടികൾ സന്തോഷപൂർവ്വം പറയുകയാണ്. അപ്പോൾ എന്താ അധ്യാപകൻ്റെ മറുപടി? വർദ്ധാപനാനി, വളരെ നന്നായി. അഭിനന്ദനം ഭവതാം, നിങ്ങൾക്കെൻ്റെ അഭിനന്ദനങ്ങൾ. അഭിഭവന്തഃ ജാനന്തി, ഇപ്പോൾ നിങ്ങൾക്കറിയുമോ? യത് ഭവതാം പ്രതിദ്വന്ദ്വിനഃ കഥം പരാജിതഃ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിദ്വന്ദ്വിനഃ എന്ന് പറഞ്ഞാൽ എതിരാളികൾ, കഥം പരാജിതാഹ, എപ്രകാരമാണ് പരാജിതരായിത്തീർന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് അധ്യാപകൻ ചോദിച്ചത്? നിങ്ങളുടെ എതിർ ടീമിൻ്റെ പരാജയം എന്തുകൊണ്ടാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞപ്പോൾ വേറൊരു വിദ്യാർത്ഥി പറയാണ്, ആം ജാനാമി ആചാര്യ, ആം അറിയാം ആചാര്യ, ഞങ്ങൾക്കെല്ലാം അറിയാം ആചാര്യ. അസ്മാകം ദളസ്യ ക്രീഡകേഷു പരസ്പരം സമ്യക് സാമാജ്യസ്യം ആസീത് കിന്തു വിപക്ഷീദളേ തത് നാസീത്. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ആ കുട്ടി? അതെ സാർ, എനിക്കറിയാം. അസ്മാകം ദളസ്യ, ഞങ്ങളുടെ ടീമിൻ്റെ, ദളസ്യ എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ, ക്രീഡകേഹി കളിക്കാർക്ക്, പരസ്പരം സാമാജ്യസ്യം ആസീത്, പരസ്പരം യോജിപ്പ് ഉണ്ടായിരുന്നു. ആസീത് എന്നാൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമംഗങ്ങൾക്കിടയിൽ നല്ല യോജിപ്പുണ്ടായിരുന്നു. കിന്തു എന്നാലാകട്ടെ, വിപക്ഷീദളെ എതിർ ടീമിൽ തത് നാസീത്, അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ വേറൊരാളും കൂടി അത് ഏറ്റെടുത്ത് പറയാണ്, സത്യം ആചാര്യ, സത്യമാണ് സാറേ. എന്താണ്? തസ്യ ദളസ്യ, അവരുടെ ടീമിൻ്റെ, ക്രീഡകേഷു കളിക്കാർ തമ്മിൽ, പരസ്പരം മനോഭേദ, പരസ്പരം അഭിപ്രായ വ്യത്യാസം. മനോഭേദ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തമ്മിലെ ഭേദം, അത് മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അഭിപ്രായ വ്യത്യാസവും, തമ്മിൽ അഭിപ്രായ വ്യത്യാസവും, ദ്വേഷഭാവ വിദ്വേഷവും ച ആസീത് ഉണ്ടായിരുന്നു. തേ അന്യോന്യം സഹയോഗം ന കൃതവന്തഃ, തേ അന്യോന്യം എന്ന് പറഞ്ഞാൽ പരസ്പരം, സഹയോഗം സഹകരണം ന കൃതവന്തഃ ചെയ്തില്ല, അതായത് അവർ പരസ്പരം സഹകരിച്ചില്ല. തർഹി വദന്തു വിജയപ്രാപ്ത്യർത്ഥം കിം കിം ആവശ്യകം. അപ്പം അധ്യാപകൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എന്താണ്? അങ്ങനെയാണെങ്കിൽ പറയൂ. തർഹി എന്ന് പറഞ്ഞാൽ എന്നാൽ പറയൂ. വിജയപ്രാപ്യർത്ഥം, വിജയം നേടാൻ, കിം കിം ആവശ്യകം, എന്തെല്ലാമാണ് ആവശ്യകം, എന്തൊക്കെയാണ് നമുക്ക് വിജയം നേടാം, എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയൂ അങ്ങനെയാണെങ്കിൽ. അപ്പം എന്താ ഒരാളുടെ മറുപടി? മിലിത്വ കാര്യകാരണം ഏകത പരസ്പരം സാമാജ്യസ്യം ച ആവശ്യകം. എന്താണ് പറയുന്നത്? അപ്പോൾ ഒരാൾ മിലിത്വ ഒന്നിച്ചുകൂടി, കാര്യകരണം പ്രവർത്തിക്കണം, ഏകത ഐക്യത്തോടുകൂടി, സാമഞ്ജസ്യം യോജിപ്പോടുകൂടി. ഇപ്പം എന്താ പറയുന്നത്? ഒരുമിച്ച് പ്രവർത്തിക്കലും ഐക്യവും പരസ്പര യോജിപ്പും നമുക്ക് ആവശ്യമാണ്. മനസ്സിലായോ? എന്താണ് വേണ്ടത്? മിലിത്വ കാര്യകരണം ഏകത പരസ്പരം സാമാജ്യസ്യം ച ആവശ്യകം. മനസ്സിലായോ?
അപ്പം അധ്യാപകൻ പറയാണ് സത്യം ഏവ ഉത്തരം. ഈ ഉത്തരം സത്യമാണ്. സത്യം ഏവ ഉക്തം. ഉക്തം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് നിങ്ങളാൽ പറയപ്പെട്ടത്. വളരെ നല്ല ഉത്തരം. ഏഷ ഏവ സന്ദേശഃ വേദേ സംഗച്ഛത്വം സംവദത്വം ഇതി ഏവ പ്രദത്തഃ. സത്യം ഏവ ഉക്തം. നിങ്ങളാൽ പറയപ്പെട്ടത് സത്യം തന്നെയാണ്. ഏഷ ഏവ സന്ദേശഃ. ഇതേ സന്ദേശം തന്നെ വേദത്തിൽ സംഗച്ഛത്വം സമ്പദത്വം. സംഗച്ഛത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ചു നടക്കുക. സമ്പദത്വം ഒന്നിച്ചു സംസാരിക്കുക എന്ന രൂപത്തിൽ, ഇത് ഏവം എന്ന രൂപത്തിൽ പ്രദത്തഃ നൽകിയിട്ടുണ്ട്. ഋഗ്വേദേ സംജ്ഞാനസൂക്തസ്യ ഏഷഃ മന്ത്രാംശഃ ഏതത് സംഘടൻ സൂക്തം ഇതി അപി പ്രഖ്യാതം. ആഗച്ഛന്തു വയം അസ്യ സൂക്തസ്യ പ്രസിദ്ധാൻ ത്രീൻ മന്ത്രാൻ പഠാമഹ. അപ്പോൾ വേറൊരു കുട്ടി ചോദിക്കുകയാണ്, ആചാര്യ കസ്മാത് വേദാത് ഗൃഹീതഃ ഏഷ സന്ദേശഃ കഃ ച അസ്യ അഭിപ്രായഃ. ആചാര്യ, വേറൊരു കുട്ടി സംശയം ചോദിക്കണം, ആചാര്യ ഏത് വേദത്തിൽ നിന്നാണ് ഈ സന്ദേശം എടുത്തിരിക്കുന്നത്? കഹ ച അസ്യ അഭിപ്രായഃ, എന്താണ് അതിൻ്റെ അഭിപ്രായം? അപ്പോൾ അധ്യാപകൻ മറുപടി പറയാണ്, ഋഗ്വേദേ സംജ്ഞാൻ സൂക്തസ്യ ഏഷഃ മന്ത്രാംശഃ ഏതത് സംഘടൻ സൂക്തം ഇതി അപി പ്രഖ്യാതം. ആഗച്ഛന്തു വയം അസ്യ സൂക്തസ്യ പ്രസിദ്ധാൻ ത്രീൻ മന്ത്രാൻ പഠാമഹ. അധ്യാപകൻ്റെ മറുപടി എന്താണ്? ഇത് ഋഗ്വേദത്തിലെ സംജ്ഞാന സൂക്തത്തിലുള്ള ഒരു മന്ത്രമാണ്. ആഗച്ഛന്തു, വരൂ. വയം അസ്യ സൂക്തസ്യ, നമുക്ക് ഈ സൂക്തത്തിൻ്റെ പ്രസിദ്ധമായ ത്രീൻ മന്ത്രാൻ പഠാമഹ, 3 മന്ത്രങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് ഇത്രയും പാഠഭാഗത്ത് നിന്ന് എന്താണ് മനസ്സിലായത്? ഐക്യം, സഹകരണം, പരസ്പര സ്നേഹം, യോജിപ്പ് എന്നിവയാണ് വിജയത്തിൻ്റെ രഹസ്യം. സംഗച്ഛത്വം സംവദത്വം, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക.